Good morning all. എൻ്റെ പേര് ജോപ്പി മാർക്കോസ്. എല്ലാവർക്കും ഇക്വിറ്റി മാക്സ് റിസർച്ചിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് 28 ഏപ്രിൽ 2025 തിങ്കളാഴ്ച. എല്ലാവർക്കും പ്രോഫിറ്റബിൾ ആയ ഒരു ദിവസം ആശംസിക്കുന്നു. നമുക്ക് മാർക്കറ്റ് അപ്ഡേറ്റ്സിലേക്ക് കടക്കാം. ഇന്നത്തെ മാർക്കറ്റ് അപ്ഡേറ്റിലേക്ക് കയറുന്നതിന് മുമ്പ് നമുക്ക് കഴിഞ്ഞ ട്രേഡിംഗ് ദിവസത്തെ മാർക്കറ്റിനെ പറ്റി നമുക്ക് ജസ്റ്റ് ഒരു വിലയിരുത്തൽ നടത്താം. നമുക്ക് കാണാൻ സാധിക്കും കഴിഞ്ഞ ട്രേഡിംഗ് ദിവസം, അതായത് വെള്ളിയാഴ്ച ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്കൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഏകദേശം നിഫ്റ്റി 207 പോയിന്റ്, അതായത് 0.8% നെഗറ്റീവിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുള്ളത്. ബാങ്ക് നിഫ്റ്റി നോക്കുവാണെങ്കിൽ 537 പോയിന്റ് നെഗറ്റീവിലാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുള്ളത്, അതായത് 0.9%. ഇനി സെൻസെക്സിന്റെ കാര്യം എടുത്ത് നോക്കുവാണെങ്കിൽ 0.7, അതായത് 585 പോയിന്റ് നെഗറ്റീവിലാണ് സെൻസെക്സ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇത്രയേറെ നെഗറ്റീവിൽ ഇന്ത്യൻ മാർക്കറ്റ് ക്ലോസ് ചെയ്തെന്ന് പറഞ്ഞാൽ പോലും ഗ്ലോബൽ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നോക്കുവാണെങ്കിൽ എല്ലാ മാർക്കറ്റും പോസിറ്റീവിലാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ യൂറോപ്യൻ മാർക്കറ്റായ FTSE, ഡാക്സ്, കാക്ക് എല്ലാം നോക്കുവാണെങ്കിൽ പോസിറ്റീവായിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ അമേരിക്കൻ മാർക്കറ്റ് നോക്കുവാണെങ്കിൽ US Tech 100, US 30, അതേപോലെ തന്നെ S&P 500 ഒക്കെ നോക്കുവാണെങ്കിൽ പോസിറ്റീവ് ആയിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തത്. ഇനി നമ്മൾ ഏഷ്യൻ മാർക്കറ്റിലേക്ക് വരുമ്പോൾ നിക്കി ആണെങ്കിലും പോസിറ്റീവ് ആയിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തത്. ഇന്ത്യൻ മാർക്കറ്റിൽ മാത്രമാണ് നമുക്കൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഇനി നമ്മളെല്ലാം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കാശ്മീരിലെ യുദ്ധം. അപ്പം യുദ്ധം എവിടം വരെയായി? യുദ്ധം മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്തോ ഇല്ലയോ, ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യുമോ എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ നിലവിലെ ഈ ഒരു യുദ്ധം നടക്കാൻ നേരത്ത് പാകിസ്ഥാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നല്ല രീതിയിലുള്ള ഒരു ഇടിവാണ് സംഭവിച്ചിട്ടുള്ളത്. അതേപോലെ നമ്മൾ നോക്കുവാണെങ്കിൽ KSE 100 നോക്കുവാണെങ്കിൽ 2% അവരുടെ മാർക്കറ്റ് ഇടിഞ്ഞിട്ടുണ്ട്. നമുക്ക് കാണാൻ സാധിക്കും ഉറി ചെക്ക് ഡാം ഇന്ത്യ തുറന്നു വിട്ടതോടുകൂടി പാകിസ്ഥാൻ വെള്ളപ്പൊക്കത്തിൽ നിറഞ്ഞിരിക്കുകയാണ്. ഏകദേശം പാകിസ്ഥാന്റെ ഒരു ഭാഗം വെള്ളപ്പൊക്കത്തിലാണ് ഇപ്പം നിലവിലുള്ളത്. അതൊക്കെ കാരണം പാകിസ്ഥാൻ സ്റ്റോക്ക് മാർക്കറ്റ് ഇപ്പം നിലവിൽ ഇടിഞ്ഞിരിക്കുകയാണ്. അതേപോലെ നോക്കുവാണെങ്കിൽ പാകിസ്ഥാൻ ഇപ്പം ഒറ്റയൊരു നിലനിൽപ്പിൽ നിൽക്കാൻ പറ്റാത്തത് കാരണം ചൈനയായിട്ട് പല അഭ്യർത്ഥനയ്ക്കും പോയിട്ടുണ്ട്. ഇതിൽ നിന്ന് ചൈനയുടെ ഭാഗത്ത് നിന്ന് ഒരു സപ്പോർട്ടിംഗ് ആയിട്ടാണോ അതേപോലെ തന്നെ ചൈനയുടെ ഭാഗത്ത് നിന്ന് എന്ത് അഭിപ്രായമായിരിക്കും വരുന്നതെന്ന് നമ്മൾ കാണണം. അപ്പം അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇന്ത്യൻ മാർക്കറ്റിൽ ഇനിയിപ്പം സ്റ്റോക്ക് മാർക്കറ്റ് താഴേക്ക് പോവോ അതല്ലെങ്കിൽ ഒരു കറക്ഷൻ സ്റ്റേജിലേക്ക് വരുവോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അല്ല നേരെ മറിച്ച് ചൈനയുടെ ഭാഗത്ത് നിന്ന് പാകിസ്ഥാൻ ഒരു സപ്പോർട്ടും കിട്ടിയിട്ടില്ല എങ്കിൽ നമുക്കൊന്നും പേടിക്കേണ്ടതായിട്ട് കാര്യങ്ങളൊന്നുമില്ല. ഇന്ത്യൻ മാർക്കറ്റ് സ്ട്രോങ്ങിൽ ആ പഴയ സ്ട്രെങ്തോടുകൂടി തന്നെ പിടിച്ചു നിൽക്കുക തന്നെ ചെയ്യും. നമുക്ക് മുമ്പത്തെ നമ്മുടെ പല യുദ്ധങ്ങളൊക്കെ നമ്മൾ എടുത്ത് നോക്കാൻ നേരത്ത് നമുക്ക് കാണാൻ സാധിക്കും മാർക്കറ്റ് എത്ര കറക്ഷൻ സ്റ്റേജിലേക്ക് പോയെന്ന് പറഞ്ഞാലും ഒരു പോസിറ്റീവ് ട്രെൻഡിലേക്ക് തന്നെ അത് പിന്നെയും ആ ഒരു യുദ്ധത്തിന്റെയൊക്കെ ഒരു സമയം കഴിഞ്ഞതോടുകൂടി പിന്നെയും ഒരു റിവേഴ്സൽ ട്രെൻഡായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇന്ത്യ വരെ നമ്മൾ നോക്കുവാണെങ്കിൽ ആ ഇന്ത്യ പാകിസ്ഥാൻ അറ്റാക്കില് ഇന്ത്യയിൽ ഒരു രീതിയിലും ബാധിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. അപ്പം നിങ്ങളെല്ലാവരും ന്യൂസ് കേൾക്കുക. ചൈനയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും അഭിപ്രായങ്ങൾ വരുന്നുണ്ടോ, പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയിട്ട് വേണം നമ്മൾ ഇനി ഇന്ത്യൻ മാർക്കറ്റിന്റെ കണ്ടീഷൻ നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. അതേപോലെ നമ്മൾ നോക്കുവാണെങ്കിൽ IT സെക്ടറിൽ നമുക്കൊരു ബുള്ളിഷ് മൂവ്മെന്റ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ ഇന്ന് മുതൽ നമുക്കൊരു പുതിയൊരു IPO ലോഞ്ച് ആയിട്ടുണ്ട്, എയ്തർ എനർജി എന്ന് പറയും. അപ്പം ഈ IPOക്ക് നിങ്ങൾക്ക് 28-ാം തീയതി മുതൽ 30-ാം തീയതി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട്. അപ്പം ഇത് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങളൊന്ന് ആലോചിക്കുക, നല്ല കമ്പനിയാണോ. അതേപോലെ തന്നെ നമ്മൾ മുമ്പത്തെ ഒരു ഷോർട്സിൽ നമ്മൾ എയ്തർ എനർജിനെ പറ്റി നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഷോർട്സ് കണ്ടതിന് ശേഷം മാത്രം നിങ്ങളൊരു തീരുമാനം എടുക്കുക എയ്തർ എനർജി IPOയിൽ അപ്ലൈ ചെയ്യണോ വേണ്ടയോ എന്നുള്ള ഒരു കാര്യം. അതേപോലെ നോക്കുവാണെങ്കിൽ HCL ടെക്നോളജീസ് ഇന്ന് ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 18 രൂപ പെർ ഷെയറിലാണ് ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുപോലെ സനോഫി കൺസ്യൂമർ ഹെൽത്ത് കെയർ 55 രൂപ പെർ ഷെയർ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇന്ത്യൻ ന്യൂസിലേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ഇന്ത്യൻ പ്രൊഡക്ഷൻ ഇയർ ഓൺ ഇയർ ഡാറ്റ ഇന്ന് റിലീസ് ആവുകയാണ് 4 മണിക്ക്. അതേപോലെ തന്നെ മാനുഫാക്ചറിംഗ് പ്രൊഡക്ഷൻ ഇയർ ഓൺ ഇയർ ഡാറ്റ, ഈ 2 ഡാറ്റ ഇന്ന് വൈകുന്നേരം 4 മണിക്ക് റിലീസ് ആവും. അപ്പം ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് കുറെ കാര്യങ്ങൾ പിറ്റേ ദിവസം അടുത്ത ട്രേഡിംഗ് ദിവസം, അതായത് നാളെ നമുക്ക് മാർക്കറ്റിൽ കാണാൻ സാധിക്കും. ഇനി FIS DIS ഡാറ്റ നോക്കുവാണെങ്കിൽ കഴിഞ്ഞ ട്രേഡിംഗ് ദിവസത്തെ നമുക്ക് 2952 കോടിയുടെ ബൈങ് ആണ് നമുക്ക് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൽ നിന്ന് കാണാൻ സാധിച്ചത്. DISന്റെ ഭാഗത്ത് നോക്കുവാണെങ്കിൽ 3540 കോടിയുടെ ബൈങ് ആണ് കാണാൻ സാധിച്ചത്. ഓവറോൾ നമ്മൾ നെറ്റ് നോക്കുവാണെങ്കിൽ 6492 കോടിയുടെ ബൈങ് ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ കഴിഞ്ഞ ട്രേഡിംഗ് ദിവസം, അതായത് വെള്ളിയാഴ്ച നടന്നിട്ടുള്ളത്.
ഇനി ഇതേപോലെ നമ്മൾ ഒരു കൊമ്മോഡിറ്റി മാർക്കറ്റിന്റെ നോക്കുവാണെങ്കിൽ നമുക്ക് ഗോൾഡ് ഒക്കെ ഒരു ബുള്ളിഷ് മൂവ്മെന്റ് തന്നെയാണ് കാണിക്കുന്നത്. കാരണം അറ്റാക്ക്, യുദ്ധം, വാറ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം വരുമ്പം കൊമ്മോഡിറ്റി മാർക്കറ്റിൽ നല്ലൊരു ഹൈപ്പ്, അതേ പ്രത്യേകിച്ച് ഗോൾഡിലൊക്കെ നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഈ ഒരു പാകിസ്ഥാന്റെ യുദ്ധം വരാൻ നേരത്ത് കൊമ്മോഡിറ്റി മാർക്കറ്റ് കുറച്ച് ഉയരാൻ നേരത്ത്, അല്ലെങ്കിൽ ഗോൾഡിലേക്കൊക്കെ ഒരു ബുള്ളിഷ്നെസ് കാണാൻ നേരത്ത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു റിവേഴ്സലും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പൊ പ്രത്യേകിച്ച് ഇനിയുള്ള ഒരു 3-4 ദിവസങ്ങളിൽ നമുക്ക് യുദ്ധത്തിന്, നമ്മുടെ ആക്രമണത്തിനെ ബേസ് ചെയ്തിട്ട് ഒരു മാർക്കറ്റിന്റെ ഒരു മൂവ്മെന്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമ്മൾ Q4 റിസൾട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ പല കമ്പനീസിന്റെയും Q4 റിസൾട്ട് ഇന്ന് വരുന്നുണ്ട്. അതായത് അൾട്രാടെക് സിമെന്റ്, KPIT ടെക്നോളജി, അദാനി ഗ്രീൻ, TVS മോട്ടോഴ്സ്, PNB ഹൗസിംഗ് ഫിനാൻസ് ലിമിറ്റഡ്, അദാനി ടോട്ടൽ ഗ്യാസ്, IRFC, ഒബ്രോയി റിയാലിറ്റി ലിമിറ്റഡ്, ഇത്ര കമ്പനീസിന്റെ Q4 റിസൾട്ട് ആയിരിക്കും വരാൻ പോകുന്നത്. അപ്പം ഇന്ന് ട്രേഡ് ചെയ്യുന്നവരൊക്കെ, ഇത്ര കമ്പനീസിൽ ട്രേഡ് ചെയ്യുന്നവരൊക്കെ നല്ല രീതിയിൽ സൂക്ഷിച്ച് തന്നെ ട്രേഡ് ചെയ്യുക. പ്രത്യേകിച്ച് ഇൻട്രാഡേയിൽ ഇന്ന് ഈ കമ്പനീസിൽ ട്രേഡ് ചെയ്യുന്നവർ സൂക്ഷിക്കുക. കാരണം നല്ല രീതിയിലുള്ള ചേഞ്ചസ്, ഫ്ലക്ച്വേഷൻസ് ഒക്കെ നമുക്ക് ഈ കമ്പനീസിൽ കാണാൻ സാധിക്കും. അത്രയേ ഉള്ളൂ ഇന്നത്തെ മാർക്കറ്റ് അപ്ഡേറ്റ്സ്. ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ട് വേണം ഇന്ന് ട്രേഡിലേക്ക് കടക്കാൻ വേണ്ടി. ഇതേപോലെയുള്ള ഡെയിലി മാർക്കറ്റ് അപ്ഡേറ്റ്, മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ ചോദിക്കാവുന്നതാണ്. ദാറ്റ്സ് ഓൾ. സൈനിങ് ഓഫ്, ജോപ്പി മാർക്കോസ്.